ഇലക്യം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജൂലിയസ് റോബർട്ട് ഓപ്പൺഹെയ്മറുടെ ജീവിത കഥയാണ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത വല്ലാത്തൊരു കഥ എന്ന പരമ്പരയിലെ 151ാമത്തെ എപ്പിസോഡായ ലോകങ്ങളുടെ അന്തകൻ ഓപ്പൺഹെയ്മർ ആറ്റം ബോംബുണ്ടാക്കിയ കഥയെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഓപ്പൺഹെയ്മർ എന്ന അസാമാന്യ പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ പല യൂണിവേഴ്സിറ്റികളിലും അധ്യാപകനായിരിക്കുന്ന സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച അല്ലെങ്കിൽ ഗതി തന്നെ നിർണയിച്ച മൻഹാട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായ സാഹചര്യവും ഗവൺമെന്റിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിർമ്മിക്കേണ്ടി വന്ന ആണവായുധം ലക്ഷക്കണക്കിന് പേരുടെ ജീവനെടുത്തു എന്ന കുറ്റബോധത്തിൽ നിൽക്കുന്ന സമയത്ത് ആ രാജ്യം തന്നെ അയാളെ തള്ളിപ്പറഞ്ഞ കഥയുമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനനം 1904 ഏപ്രിൽ 22-ന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജർമ്മനിയിൽ നിന്നും കുടിയേറി പാർത്ത വ്യാപാരിയായ ജൂലിയസ് സിലിംഗ്മാൻ ഓപ്പൺഹെയ്മറുടെയും കലാധ്യാപികയായ എല്ലയുടെയും മകനായിട്ടാണ് ജൂലിയസ് റോബർട്ട് ഓപ്പൺഹെയ്മർ ജനിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ജർമ്മൻ ജൂതരുടെ രണ്ടാം തലമുറയിലെ കണ്ണിയായിരുന്നു റോബർട്ട്. വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒരു മൾട്ടി മില്യനെയർ എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള പണക്കാരനായുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വാൻ ഗോഗിന്റെ 3 പെയിന്റിംഗ് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ എല്ലയുടെ കൈക്ക് അപൂർവമായ ഏതോ ഒരു ജനിതക രോഗം ബാധിച്ചതുകൊണ്ട് അസ്വാഭാവികമായിട്ടുള്ള ഒരു രൂപമായിരുന്നു അവരുടെ കൈകൾക്കുണ്ടായിരുന്നത്. അതിൽ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്ന അവർ സ്ഥിരമായിട്ട് ഒരു വെളുത്ത കയ്യറ കൊണ്ട് അത് സ്ഥിരമായി മറച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന മകനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്താൻ വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ആ അച്ഛനമ്മമാർ ചെയ്തു. മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു റോബർട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തക പുഴു. ചെറുപ്പത്തിൽ അവന് ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് കളിക്കാനായിരുന്നു ഇഷ്ടം. അതുപോലെ കവിതകളെയും അവൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൻ സ്കൂളിൽ പഠിക്കാൻ പോയത് യൂണിഫോമിട്ട ഡ്രൈവർ ഓടിച്ചിരുന്ന ലക്ഷറി കാറിലായിരുന്നു. സ്വതവേ ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയാണ് ജൂലിയസ് റോബർട്ട് ഓപ്പൺഹെയ്മർ. അന്തർമുഖൻ എന്ന് വെച്ചാൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ജീനിയസ് ആണെന്ന് നമുക്ക് പറയാം. ഒരു അഭിമുഖത്തിൽ ഓപ്പൺഹെയ്മറോട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് അതിനെപ്പറ്റി അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്. എനിക്ക് കളിപ്പാട്ടങ്ങളെക്കാൾ ഇഷ്ടം ഊർജ്ജതന്ത്രത്തിലെ തിയറികളായിരുന്നു. സ്നേഹിതരേക്കാൾ സൗഹൃദം ഉണ്ടായിരുന്നത് അധ്യാപകരുമായിട്ടായിരുന്നു എന്നും. ഇദ്ദേഹം ഹാർവാർഡിൽ ഡിഗ്രിക്ക് ചേരാനായി അഡ്മിഷൻ സമയത്ത് തിരികെ എത്താം എന്ന പ്ലാനിങ്ങോടെ ഒരു യൂറോപ്യൻ ട്രിപ്പിന് പോയി. പക്ഷെ പനി ബാധിതനായിട്ടാണ് തിരിച്ചു വന്നത്. ആ പനി മാറാൻ കുറേ ദിവസങ്ങൾ വേണ്ടി വന്നു. അപ്പോഴേക്കും ഹാർവാർഡിൽ അഡ്മിഷന്റെ സമയം കഴിഞ്ഞിരുന്നു. അതിനാൽ ആ വർഷം ചേരാൻ കഴിഞ്ഞില്ല. പിറ്റേ വർഷം കെമിസ്ട്രിക്ക് ഹാർവാർഡിൽ ചേർന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി അല്ല ഫിസിക്സ് ആണ് തന്റെ മേഖല എന്ന് തിരിച്ചറിയുകയും ആ സ്ട്രീമിലേക്ക് മാറുകയും ചെയ്തു. ഫിസിക്സ് ആണ് പഠിച്ചത് എങ്കിലും കെമിസ്ട്രിയിൽ അദ്ദേഹത്തിന് ജന്മനാ ഉണ്ടായിരുന്ന ഇഷ്ടം അദ്ദേഹം വിടാതെ കൊണ്ടു നടക്കുകയും ചെയ്തു. ആ ഒരു ഇഷ്ടമാണ് പിന്നീട് അങ്ങോട്ട് ന്യൂക്ലിയർ ഫിസിക്സ് പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഹെയ്മറെ വളരെയധികം സഹായിച്ചത്. പിന്നെ ഹാർവാർഡിലെ എക്സ്പെരിമെന്റൽ ഫിസിസിസ്റ്റ് ആയിരുന്ന ഡോക്ടർ പേഴ്സി ഡബ്ല്യു ബ്രിഡ്ജ്മാൻ ഓപ്പൺഹെയ്മറിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. ഹാർവാർഡിലെ ഫിസിക്സ് പഠനത്തിന് പുറമെ അദ്ദേഹം ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങി 8ഓളം ഭാഷകളിൽ പ്രാവീണ്യമുള്ള ബഹുഭാഷാ പണ്ഡിതനായി മാറുകയും ചെയ്തു. ഹാർവാർഡിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികൾ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഡിഗ്രി കോഴ്സ് ഓപ്പൺഹെയ്മർ 3 വർഷം കൊണ്ടും, അതുപോലെ തന്നെ സാധാരണ വിദ്യാർത്ഥികൾ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഡോക്ടറേറ്റ് 4 വർഷം കൊണ്ടും അദ്ദേഹം പൂർത്തിയാക്കി. ഡിഗ്രി കഴിഞ്ഞുള്ള 4 വർഷം അദ്ദേഹം ലോകം ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കൽ കാംബ്രിഡ്ജിൽ വെച്ച് ലോർഡ് റൂദർഫോർഡുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ സമയത്ത് ഹൈസൻബർഗും മാക്സ് ബോണും ഷ്രോഡിംഗറും ഒക്കെ ചേർന്ന് ക്വാണ്ടം ഫിസിക്സിലെ സുപ്രധാനമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന ഒരു കാലമായിരുന്നു. അസാമാന്യ കഴിവുണ്ടായിരുന്ന റോബർട്ടിനെ മാക്സ് ബോൺ ഗോട്ടിംഗൻ സർവകലാശാലയിൽ തന്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ അനുവദിച്ചു.
1925 അദ്ദേഹം മാക്സ് ബോണുമായി ചേർന്നുകൊണ്ട് ക്വാണ്ടം തിയറി ഓഫ് മോളിക്യൂൾസ് എന്നൊരു ലേഖനം എഴുതി. അവിടെ അദ്ദേഹം 3 വർഷം താമസിച്ചു. ആ സമയത്ത് അദ്ദേഹം 16 ഗവേഷണ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു. 1927 ഓപ്പൺഹൈമർ തന്റെ PhD പൂർത്തിയാക്കി. അതിനുശേഷം ഹാർവാർഡിലും കാൽടെക്കിലും, ഇത് 2 യൂണിവേഴ്സിറ്റിയാണ്, ഇവിടെ 2 സ്ഥലത്തും ഫെല്ലോ ആയി തന്റെ അധ്യാപന ജീവിതം ആരംഭിച്ചു. അതിനുശേഷം സൂററ്റ് സർവകലാശാലയിലെ പ്രൊഫസറായ പോളിയുടെ കൂടെ കുറച്ചുകാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. 1923 അദ്ദേഹത്തിന്റെ 25ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. അമേരിക്കയിലെ മറ്റാരെക്കാളും ക്വാണ്ടം ഫിസിക്സിൽ വളരെയധികം അറിവുണ്ടായിരുന്ന ഓപ്പൺഹൈമർക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ബെർക്ക്ലിയിലും കാൽടെക്കിലും ഭൗതികശാസ്ത്രം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ലഭിച്ചു. ആ 2 സർവകലാശാലയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത 13 വർഷം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ബെർക്ക്ലിയിൽ അദ്ദേഹം തന്റെ തിയററ്റിക്കൽ ഫിസിക്സിൽ വളരെ നർമ്മപ്രധാനമായിട്ടുള്ള പല ഗവേഷണങ്ങളും നടത്തി. അതിൽ പ്രധാനമായും പറയേണ്ടത് തമോദ്വാര രൂപീകരണത്തെക്കുറിച്ചുള്ള ഓപ്പൺഹൈമറുടെ പഠനങ്ങൾ പ്രാപഞ്ചിക പ്രതിഭാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ്. ഹാർട്ട്ലാൻഡ് സ്വീറ്റ് സ്നൈഡറുമായി ചേർന്ന് പ്രവർത്തിച്ച ഓപ്പൺഹൈമർ മാസീവ് സ്റ്റാർസിന്റെ, മാസീവ് എന്നുദ്ദേശിക്കുന്നത് ഹെവി ആയിട്ടുള്ള, ഹൈറ്റ് ഉള്ള, വലിയ കനമുള്ള എന്നൊക്കെയാണ്. മാസീവ് സ്റ്റാർസിന്റെ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ കുറിച്ച് ഗവേഷണം ചെയ്യുകയും, ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ് ആയ ഒരു സ്റ്റാർ അതിൻ്റെ തന്നെ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം കാരണം കൊളാപ്സ് ആവുക, ഇല്ലാതെയാവുക, തകർന്നു പോവുക, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറയുന്നത്. മാസീവ് സ്റ്റാർസിന്റെ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ കുറിച്ച് ഗവേഷണം നടത്തുകയും തമോദ്വാര രൂപീകരണം പ്രവചിക്കുകയും ചെയ്തു. ചില പ്രത്യേക സാഹചര്യത്തിൽ തകരുന്ന നക്ഷത്രത്തിന്റെ കോർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾഭാഗത്തിന്റെ സാന്ദ്രത അനന്തമായി അനുസ്യൂതമായിട്ട് ഉയർന്ന് ഒരു തമോദ്വാരം രൂപപ്പെടുന്ന ഒരു ക്രിറ്റിക്കൽ പോയിന്റിൽ എത്തുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഹെയ്മറുടെ ഉൾക്കാഴ്ചകൾ ഇവന്റ് ഹൊറിസൺ, അത് ഒരു തമോദ്വാരത്തിന്റെ ഉപരിതലം, അതിനുള്ളിൽ നിന്ന് ഒന്നിനും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു തമോദ്വാരത്തിന്റെ അതിർത്തി, ആ തമോദ്വാരത്തിലേക്ക് പ്രകാശത്തെ കടത്തിവിട്ടാൽ അതിനെയും അത് ആഗിരണം ചെയ്യുന്നു. അതിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഇവന്റ് ഹൊറിസോണിന്റെ ചലനാത്മകതയെക്കുറിച്ച് നിർണായകമായ ധാരണകൾ നൽകി. ഇവന്റ് ഹൊറിസോണിന്റെ പരിധിയിൽ നിന്നും തമോദ്വാരത്തിന്റെ ഗുരുത്വാകർഷണം കാരണം പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നക്ഷത്ര പരിണാമത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഗണ്യമായി വികസിക്കുകയും തമോദ്വാരങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് വെളിച്ചം വീശുകയും ചെയ്തു. സാമാന്യ ആപേക്ഷികതയിലേക്കും ജ്യോതിഷത്തിലേക്കും ആഴ്ന്നിറങ്ങുന്നതിലൂടെ ഓപ്പൺഹൈമറുടെ സംഭാവനകൾ തമോദ്വാര ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള തുടർ പഠനങ്ങൾക്ക് അടിത്തറയിട്ടു. 1930 അന്തർമുഖനായ ഓപ്പൺഹൈമറുടെ ജീവിതത്തിലേക്ക് പ്രണയം വരുന്നത്. സുഹൃത്തുക്കൾ വഴി പരിചയത്തിലായ 22 വയസ്സുള്ള മെഡിക്കൽ സ്റ്റുഡന്റ് ജീൻ ടാഡ്ലോക്കിനെയാണ് ഓപ്പൺഹൈമർ ആദ്യമായി പ്രണയിച്ചത്. ജീൻ ടാഡ്ലോക്ക് എന്ന പെൺകുട്ടി തീപ്പൊരി പ്രാസംഗികയും ആക്ടിവിസ്റ്റും അതിലും കൂടുതൽ ഒരു കമ്മ്യൂണിസ്റ്റും ആയിരുന്നു. ആരുമായും അധികം ഇടപെടാതിരുന്ന ജൂലിയസ് റോബർട്ട് ഓപ്പൺഹൈമർ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ജീനാണ്. അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നുള്ളതുപോലെ ഒരു പ്രതിച്ഛായ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ നാട്ടിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ജനങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഓപ്പൺഹൈമറും അങ്ങനെയുള്ള പല പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു. വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ജീനും അതുപോലെ തന്നെ ഓപ്പൺഹൈമറും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും ജീനിന്റെ ആ ഒരു തൊട്ടാൽ പൊട്ടുന്ന സ്വഭാവവും ഒക്കെ കൊണ്ട് അവർ തമ്മിൽ ഒരു 3 വർഷത്തിനുള്ളിൽ വേർപിരിഞ്ഞു. അതിനുശേഷം ഓപ്പൺഹൈമർ ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരിയായ 29 വയസ്സുള്ള കിറ്റി ഹാരിസണുമായി പ്രണയത്തിലാവുകയും 1940 കിറ്റിയുടെ 4ാം ഭർത്താവായിട്ട് ഓപ്പൺഹൈമർ മാറുകയും ചെയ്തു.
ബാക്കിയുള്ള കാലം മുഴുവനും കിറ്റി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കിറ്റിയിൽ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അദ്ദേഹം അകന്നു. പാർട്ടിയുടെ ഉദ്ദേശങ്ങളിൽ പലതും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ കമ്മ്യൂണിസ്റ്റ് തത്വചിന്താ പദ്ധതികൾ ഒരിക്കലും തന്നെ സ്വാധീനിച്ചിരുന്നില്ല എന്ന് ഓപ്പൺഹൈമർ ഒരു അഭിമുഖത്തിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. തമോഗർത്തത്തെക്കുറിച്ചുള്ള ഓപ്പൺഹൈമറുടെ ലേഖനം പ്രസിദ്ധീകരിച്ച് അധികമാവുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ജർമ്മൻ മാസികയിൽ അച്ചടിച്ചു വന്ന ലേഖനമാണ് ഫിസിക്സിന്റെയും അതുപോലെ ഈ ലോകത്തിന്റെ തന്നെയും തലവര മാറ്റിയ ഒന്നായി മാറിയത്. അതിൽ പറഞ്ഞത് ഇന്നോളം ആരും അറിയാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ആറ്റത്തെ വിഭജിക്കുക സാധ്യമാണ്. ഈ ആശയം ന്യൂക്ലിയർ ഫിഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓപ്പൺഹൈമർ വളരെ വിചിത്രമായൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. യുറേനിയം ആറ്റത്തിന്റെ കാര്യം വളരെ അവിസ്മരണീയമാണ്. 10 ക്യൂബിക് സെന്റിമീറ്റർ വ്യാപ്തമുള്ള ഒരു ട്യൂബ് യുറേനിയം ഡ്യൂട്ടറൈറ്റിന് വേണമെങ്കിൽ അത്യുഗ്രമായിട്ടുള്ള ഒരു സ്ഫോടനം തന്നെ ഉണ്ടാക്കാനാവും എന്ന്. അങ്ങനെ ആ ആണവോർജം കൊണ്ട് പടക്കോപ്പുകൾ, ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത് ഓപ്പൺഹൈമർ മാത്രമായിരുന്നില്ല. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച് വെറും 9 മാസത്തിനുള്ളിൽ തന്നെ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഒരു സമയമായിരുന്നു. അതോടെ ആണവോർജ നിർമ്മാണത്തിനുള്ള അന്താരാഷ്ട്ര കിടമത്സരം തന്നെ ആരംഭിച്ചു. ഓപ്പൺഹൈമർ തന്റെ ലേഖനത്തിലൂടെ ആറ്റത്തിന്റെ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ ഫിഷനിലൂടെ ഒരു ആണവായുധം നിർമ്മിക്കണം എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മത്സരവും തുടങ്ങി. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന അമേരിക്ക യുദ്ധം തുടങ്ങി 2 കൊല്ലത്തിന് ശേഷമാണ് യുദ്ധത്തിൽ അമേരിക്ക പങ്കുചേർന്നത്. ആ സമയത്ത് ജർമ്മനി അമേരിക്കയേക്കാൾ എത്രയോ മുമ്പിലാണ് എന്നൊരു അഭ്യൂഹം അമേരിക്കൻ സൈന്യത്തിലെ ഉന്നത ഓഫീസർമാർക്കിടയിൽ പ്രചരിക്കുകയും അതിനെ സ്ഥിരീകരിക്കുന്ന സൂചനകൾ ശാസ്ത്ര സർക്കിളുകളിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അഭ്യൂഹത്തിന് തുടക്കമിട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയായിരുന്നു. ജർമ്മനിയിലെ വിദഗ്ധരായിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞന്മാർ ചേർത്ത് അവരുടെ സൈന്യത്തിന് ഒരു അറ്റോമിക് ബോംബ് നിർമ്മിച്ചു നൽകാൻ പദ്ധതി ഇടുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരം ആദ്യം ചോർന്നു കിട്ടിയത് 1939 ഓഗസ്റ്റ് 2-ാം തീയതി ഐൻസ്റ്റീന് തന്നെയായിരുന്നു. ഒരു രഹസ്യ സന്ദേശത്തിലൂടെ അത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനെ അറിയിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ ഗവൺമെന്റിന്റെ പലതരത്തിൽ അല്ലെങ്കിൽ പല തലങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെ അവസാനം 1941 മൻഹാട്ടൻ പ്രോജക്റ്റ് എന്ന പേരിൽ ആണവായുധം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു രഹസ്യ ഉദ്യമത്തിന് അമേരിക്ക ഇറങ്ങുകയും ചെയ്തു. 1942 ന്യൂയോർക്കിലേക്കുള്ള ഒരു തീവണ്ടി യാത്രയിൽ ഓപ്പൺഹൈമർ അതിന്റെ ക്യാബിനിൽ വെച്ച് വളരെ യാദൃശികമായിട്ട് ജനറൽ ഗ്രേസി ഗ്രോവ്സിനെ കാണാനിടയാവുകയും അവർ തമ്മിൽ യാത്രയിൽ അണുബോംബിനെ കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. ന്യൂയോർക്കിൽ എത്തുന്നത് വരെ ഇതിനെപ്പറ്റിയുള്ള സംസാരം തന്നെയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മൻഹാട്ടൻ പ്രൊജക്റ്റിനെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ഓപ്പൺഹൈമർ ആണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിൽ ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലെ ലോസ് അലാമോസിൽ ആ പദ്ധതിക്ക് വേണ്ടി ഒരു പരീക്ഷണശാല ഉണ്ടാക്കുകയും അന്ന് അമേരിക്കയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും സമർത്ഥരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ തന്നെ ആ പദ്ധതിയുമായി സഹകരിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായ 4 വ്യക്തികൾ ഹാൻസ് ബെത്തെ, എഡ്വേർഡ് ടെല്ലർ, റോബർട്ട് സെർബർ, റിച്ചാർഡ് ഫെയ്ൻമാൻ ഇവരായിരുന്നു. എഡ്വേർഡ് ടെല്ലർ ഈ പദ്ധതിയുടെ ആരംഭത്തിൽ ഓപ്പൺഹൈമറുടെ വിശ്വസ്ത ശിഷ്യനായിരുന്നു. ഓപ്പൺഹൈമറുടെ വിശ്വസ്ത ശിഷ്യനായിട്ടുള്ള എഡ്വേർഡ് ടെല്ലർ പിന്നീട് അദ്ദേഹം വളരെ പ്രശസ്തനായി മാറി. ഹൈഡ്രജൻ ബോംബൊക്കെ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ഓപ്പൺഹൈമറുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് തനിക്ക് വേണ്ടത്ര ക്രെഡിറ്റ് നൽകാത്തതിൽ ടെല്ലർക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നത് ഹെയ്മർ കമ്മ്യൂണിസ്റ്റ് ചാരനാണ് എന്ന് പറഞ്ഞ് വിസ്തരിക്കുന്ന സമയത്തായിരുന്നു. എന്തായാലും ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് മനുഷ്യരുടെ മേലെ ചിന്തിക്കാൻ
ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുരന്തങ്ങളേൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു ആയുധം തന്നെ മൻഹാട്ടൻ പ്രൊജക്റ്റിലൂടെ വികസിപ്പിച്ചെടുക്കുകയും അങ്ങനെ അന്നോളം നമ്മൾ പുരാണങ്ങളിൽ മാത്രം കണ്ട് പരിചയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ആറ്റം ബോംബ് അഥവാ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്. ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിലുള്ള മൻഹാട്ടൻ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 2 തരം അണുബോംബുകൾ വികസിപ്പിച്ചെടുത്തു. ഒന്ന് ലിറ്റിൽ ബോയ്, 2 ഫാറ്റ്മാൻ. ഫാറ്റ്മാനിൽ പ്ലൂട്ടോണിയം 239 ഉപയോഗിക്കുകയും അതുപോലെ ലിറ്റിൽ ബോയിൽ യുറേനിയം 235 ഉപയോഗിക്കുകയും ചെയ്തു. ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രക്രിയയാണ് ആറ്റം ബോംബിന്റെ അടിസ്ഥാന തത്വം. ന്യൂക്ലിയർ ഫിഷൻ എന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് 2 ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് വിഭജിക്കപ്പെടുകയും ഗണ്യമായ അളവിൽ ഊർജം പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ ചില റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ സ്വയം സംഭവിക്കും, അല്ലെങ്കിൽ ഉയർന്ന ഊർജ കണങ്ങൾ ഉപയോഗിച്ച് ന്യൂക്ലിയസിൽ ശക്തമായിട്ട് ഇടിപ്പിച്ചും ഇതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാക്കാം. ഒരു ന്യൂട്രോൺ ഇടിക്കുമ്പോൾ വിഭജനത്തിന് വിധേയമാകാനുള്ള സാധ്യത യുറേനിയത്തിന് കൂടുതലായതിനാൽ അത് ഉപയോഗിക്കുന്നു. അണുബോംബ് ചെയിൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ന്യൂട്രോൺ യുറേനിയം 235ന്റെ ന്യൂക്ലിയസുമായി കൂട്ടിയിടിക്കുമ്പോൾ അത് അസ്ഥിരമാവുകയും ബേരിയം ക്രിപ്റ്റൺ ന്യൂക്ലിയസുമായി വിഭജിക്കുകയും ചെയ്യുന്നു. അത് വലിയ അളവിൽ ഊർജവും 3 ന്യൂട്രോണുകളും പുറത്തുവിടുന്നു. പുതുതായി പുറത്തുവിടുന്ന ഈ ന്യൂട്രോണുകൾക്ക് മറ്റു യുറേനിയം 235 ന്യൂക്ലിയസുമായി കൂട്ടിയിടിക്കാൻ കഴിയും. ഇത് വിഘടനത്തിന് വിധേയമാവുന്നു. ഈ പ്രക്രിയ തുടർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അനിയന്ത്രിതമായ ഊർജം പുറത്തുവിടുന്നു. ഒരു ന്യൂക്ലിയർ ബോംബിൽ വിഘടന പ്രക്രിയ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. 1 സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്നു. ഇത് ഊർജത്തിന്റെ സ്ഫോടനാത്മകമായ ഉൽപാദനത്തിന് കാരണമാവുന്നു. പുറത്തുവിടുന്ന ഊർജം എന്ന് പറയുന്നത് ഒരു സ്ഫോടനത്തിന്റെ രൂപത്തിലാണ്. പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഐൻസ്റ്റീന്റെ പ്രശസ്തമായ E=mc² എന്ന സമവാക്യം അനുസരിച്ച് യുറേനിയം 235 ന്യൂക്ലിയസുകളുടെ മാസിന്റെ ഒരു ചെറിയ ഭാഗം ഊർജമായിട്ട് മാറുന്നു. ആണവോർജ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പോലെയുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ വിഘടനം ഉപയോഗിക്കുന്നത് അനിയന്ത്രിതമായ സ്ഫോടനങ്ങളെക്കാൾ നിയന്ത്രിതവും സുസ്ഥിരവുമായ ചെയിൻ റിയാക്ഷനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ 2 ആറ്റം ബോംബ് ഉണ്ടാക്കിയിട്ട് അത് പ്രയോഗിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ 1945 ഏപ്രിൽ 12 ആ പ്രൊജക്ടിന് അനുമതി കൊടുത്ത ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് മരിച്ചു. ഏപ്രിൽ 30 സയനൈഡ് കഴിച്ച് തലയ്ക്ക് വെടിവെച്ച് ഹിറ്റ്ലറും ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലർ മരിച്ചതിന് ശേഷം മെയ് 7 ജർമ്മനി നിരുപാധികം കീഴടങ്ങുകയും ചെയ്തു. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയത് അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാരി ട്രൂമാൻ ആയിരുന്നു. ജർമ്മനി കീഴടങ്ങിയിട്ടും ജപ്പാന്റെ ഭാഗത്ത് നിന്ന് പിന്നെയും ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഉണ്ടായത്. ജപ്പാൻകാർ അവസാന ശ്വാസം വരെ പോരാടും എന്ന കാര്യത്തിൽ ബാക്കിയുള്ളവർക്കൊന്നും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ജപ്പാനിൽ ആറ്റം ബോംബ് ഇടുന്ന കാര്യത്തെക്കുറിച്ച് അമേരിക്കൻ സൈന്യം ആലോചിച്ചു. ഓപ്പൺഹൈമറും സഹപ്രവർത്തകരും നിർമ്മിച്ച ആറ്റം ബോംബ് അതുവരെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 1945 ജൂലൈ 16 രാവിലെ 5:29 ഓപ്പറേഷൻ ട്രിനിറ്റി എന്ന പേരിൽ ആ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ടെസ്റ്റ് സൈറ്റിന്റെ പേര് അലാമോ ഗോഡോ ബോംബിംഗ് ആൻഡ് ഗണ്ണറി റേഞ്ച് എന്നായിരുന്നു. ലോസ് അലാമോസ് പരീക്ഷണശാലയിൽ നിന്ന് 230 മൈൽ അകലെ സ്ഥിതി ചെയ്തിരുന്ന ആ സൈറ്റിൽ എൻറിക്കോ ഫെർമി, ലെസ്ലി ഗ്രോവ്സ്, വാനവർ ബുഷ്, റോബർട്ട് ഓപ്പൺഹൈമർ എന്നിവരടക്കം പ്രമുഖരായിട്ടുള്ളവർ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ പരീക്ഷണ വിസ്ഫോടനം എന്ന് പറയുന്നത് 15,000 TNT അടങ്ങുന്ന ഒരു ബോംബ് പൊട്ടുന്നത്ര തീവ്രമായിരുന്നു. 3 വർഷത്തോളം നീണ്ടുനിന്നിട്ടുള്ള മനുഷ്യാധ്വാനത്തിന്റെ ഒരു നശീകരണ ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാൻഹാട്ടൻ പ്രൊജക്റ്റിനെ പറ്റി പറയാം. ആ വിസ്ഫോടനം നടന്ന സമയത്തുണ്ടായ മഷ്റൂം ക്ലൗഡ് പ്രതീക്ഷിച്ചതിന്റെ 4 ഇരട്ടി ഉയരുന്നത് കണ്ടപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയ ആൾക്കാർ മുഴുവനും ഞെട്ടിത്തെറിച്ചുപോയി. അതിനുശേഷം 1965 അണുബോംബിന്റെ വിസ്ഫോടനത്തെക്കുറിച്ച് ഡോക്ടർ
ഓപ്പൺഹൈമർ കൊടുത്തിട്ടുള്ള ഒരു ഓൺ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്ഫോടനത്തിൻ്റെ അലയൊലികൾ അടങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. അതിനുശേഷം ഷെൽട്ടറിൽ നിന്നും പുറത്തിറങ്ങി. അവിടെ ഒരു വല്ലാത്ത ശ്മശാന മൂകത തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ലോകം ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത് ഭഗവത്ഗീതയിലെ ചില സംഭവങ്ങളായിരുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവ പാണ്ഡവ സേനകൾ യുദ്ധം ചെയ്യാനായി നിൽക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അശക്തനായിട്ട് മാറി നിൽക്കുന്ന അർജുനന്റെ മുന്നിൽ വിശ്വരൂപം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനിപ്പോൾ മരണമാണ് ലോകത്തിൻ്റെ അന്തകൻ എന്ന്. ആ കുറ്റസമ്മതവും ആണവായുധം പ്രയോഗിക്കപ്പെട്ടപ്പോൾ വിടർന്ന മരണത്തിൻ്റെ കുമിളകളും മനുഷ്യരാശിയുടെ മനസ്സിൽ വീഴ്ത്തിയത് ഒരിക്കലും മായാത്ത മുറിവുകളാണ്. എല്ലാ അർത്ഥത്തിലും വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു മാൻഹാട്ടൻ പ്രൊജക്റ്റ്. യുദ്ധം നടക്കുന്ന കാലമായിട്ടും അമേരിക്കയിലെ എക്കോണമിയുടെ 1% വരുന്ന ഫണ്ട് അവർ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഗലീലിയോ മുതൽ ഇങ്ങോട്ട് പാശ്ചാത്യ ഗവേഷണ ലോകം പരീക്ഷണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവുകളിൽ പലതും അതിൽ പ്രയോഗിക്കപ്പെട്ടു. ഓരോ ദിവസവും 10,000 ആൾക്കാർ മരിച്ചു വീണ ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒറ്റയടിക്ക് 2 ലക്ഷം പേരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് അറുതി വരുത്തുകയാണ് ആറ്റം ബോംബ് ചെയ്തത്. 1945 ഓഗസ്റ്റ് 6 എനോല ഗേ എന്ന B-29 സൂപ്പർ ഫോർട്രസ് വിമാനം ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബും ഓഗസ്റ്റ് 9 ബോക്സ്കാർ എന്ന മറ്റൊരു B-29 സൂപ്പർ ഫോർട്രസ് ബോംബാർഡിയർ വിമാനം നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് വിളിക്കുന്ന അണുബോംബും വർഷിച്ചു. ഹിരോഷിമയിൽ 1,40,000 പേരാണ് മരിച്ചതെങ്കിൽ നാഗസാക്കിയിൽ അത് 74,000 പേരായിരുന്നു. ഹിരോഷിമയിൽ പ്രയോഗിച്ചതിനേക്കാൾ പ്രഹരശേഷി കൂടുതലുള്ള ബോംബാണ് നാഗസാക്കിയിൽ പ്രയോഗിച്ചതെങ്കിലും 2 മലകൾക്കിടയിലാണ് നാഗസാക്കി എന്നത് അതിൻ്റെ ആഘാതത്തെ കുറച്ചെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഹിരോഷിമയിലെ ആശുപത്രികളിലെ 90% ജീവനക്കാരും കൊല്ലപ്പെട്ടു. 45 ആശുപത്രിയിൽ 42 ഇല്ലാതെയായി. കടുത്ത പൊള്ളലേറ്റായിരുന്നു ഇവരിലെ ഭൂരിഭാഗം ആൾക്കാരും മരിച്ചത്. മറ്റ് നഗരങ്ങളിൽ നിന്ന് പരിക്കേറ്റവരെ രക്ഷിക്കാൻ വന്നവർ റേഡിയേഷൻ ഏറ്റ് ക്യാൻസർ വന്ന് പിന്നീട് മരിച്ചു. അതുപോലെ അടുത്ത 5-6 വർഷത്തിനുള്ളിൽ രക്താർബുദം ആ പ്രദേശത്തെ വ്യാപകമായ മരണങ്ങൾക്ക് കാരണമായി. ഗർഭാവസ്ഥയിൽ റേഡിയേഷൻ ഏറ്റിട്ടുള്ള പല സ്ത്രീകളുടെയും കുഞ്ഞുങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ജനിതക തകരാറോടെയാണ് ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഭാഗത്താണ് അമേരിക്ക ജപ്പാന്റെ മേലെ അണുബോംബ് വർഷിക്കുന്നത്. ജർമ്മനിയുടെ കീഴടങ്ങൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഇത്രയധികം പേരുടെ മരണത്തിനൊക്കെ ഉത്തരവാദി താനാണ് എന്ന ഒരു മനസാക്ഷി കുത്ത് ആ ബോംബുകളുടെ സംഹാരശേഷി വ്യക്തമായ ആ കാലം മുതൽ തന്നെ ഓപ്പൺഹൈമർക്ക് ഉണ്ടായിരുന്നു. ആ സങ്കടത്തിൽ കഴിയുന്ന സമയത്താണ് അദ്ദേഹം 1945 ഓഗസ്റ്റ് 25 ഓവൽ ഓഫീസിൽ എത്തി പ്രസിഡന്റ് ട്രൂമാനെ കാണുന്നത്. അപ്പോൾ ട്രൂമാൻ വളരെ സന്തോഷത്തിലായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ പോലെയുള്ള ഒരു ഉഗ്രൻ ആറ്റം ബോംബ് എന്നാണ് റഷ്യക്കാരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നൊക്കെ അദ്ദേഹം വലിയ ആവേശത്തോടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓപ്പൺഹൈമർ തീരെ ഉഷാറില്ലാതെയായിരുന്നു അതിന് എനിക്കറിയില്ല എന്നുള്ള മറുപടി പറഞ്ഞത്. പക്ഷേ ട്രൂമാൻ ഇതുപോലെ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല എന്ന് ലോകം മുഴുവനും കീഴടക്കിയ ഒരു ചക്രവർത്തിയുടെ ആത്മവിശ്വാസത്തോടെ ഹെയ്മറോട് പറഞ്ഞു. ആ സംഭാഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറ്റബോധം സംസാരത്തിലൂടെ പുറത്തേക്ക് വരികയും തൻ്റെ കൈകൾ രക്തപങ്കിലമാണ് എന്ന് അദ്ദേഹം ട്രൂമാനോട് കുമ്പസാരിക്കുകയും ചെയ്തു. ഓപ്പൺഹൈമറുടെ ഈ പ്രസ്താവന കേട്ടപ്പോൾ ട്രൂമാന് ശരിക്കും പറഞ്ഞാൽ ദേഷ്യമാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, രക്തം എൻ്റെ കൈകളിലാണ്, നിങ്ങൾക്കങ്ങനെ യാതൊരു കുറ്റബോധത്തിൻ്റെയും ആവശ്യമില്ല, അത് ഞാൻ തന്നെ ചുമന്നോളാം എന്ന് ട്രൂമാൻ പറഞ്ഞു. പിന്നെ ഓപ്പൺഹൈമറുടെ ഈ ഒരു വികാര വിക്ഷേപങ്ങളും മനസ്സിലുള്ള കുറ്റബോധവും ഒക്കെ കണ്ടതിന് ശേഷം ട്രൂമാൻ അദ്ദേഹത്തെ
ക്രൈ ബേബി സയന്റിസ്റ്റ് എന്നാണ് കളിയാക്കി വിളിച്ചത്. യുദ്ധം തീർന്നതിന് ശേഷം 1947 ഓപ്പൺഹൈമർ പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടു. അതിനുശേഷം കാര്യമായിട്ടുള്ള ആണവ പരീക്ഷണങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് പോവേണ്ടി വന്നിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകരെ പഠിപ്പിക്കലും അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണങ്ങൾ ഏകോപിപ്പിക്കലും ഒക്കെയായിട്ട് ശാന്തമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് പ്രിൻസ്റ്റണിൽ ഉണ്ടായിരുന്നത്. മൻഹാട്ടൻ പ്രൊജക്റ്റിന്റെ തുടക്കത്തിൽ ന്യൂക്ലിയറിസം എന്നറിയപ്പെട്ടിരുന്ന ആറ്റം ബോംബ് തിയറിയുടെ വക്താവായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഹിരോഷിമയിലിട്ട ബോംബിന്റെ 100 ഇരട്ടി മാരകമായിട്ടുള്ള നിരവധി ബോംബുകൾ അമേരിക്കൻ സൈന്യം വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങിയതോടെ ഈ മാരകായുധ ലോബിയുടെ കടുത്ത വിമർശകനായിട്ട് ഓപ്പൺഹൈമർ മാറി. അതോടെ അദ്ദേഹത്തിന് അമേരിക്കൻ സെനറ്റിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചതിന്റെ ലഹരിയൊന്നും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമേരിക്കയിൽ സെനറ്ററായ ജോസഫ് മക്കാർത്തി അദ്ദേഹത്തിന്റെ നേരിയ സംശയമുള്ള ആർക്ക് നേരെയും കമ്മ്യൂണിസ്റ്റ് കരിങ്കാലി എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. 1952 തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ തോൽക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ഈ ജോസഫ് മക്കാർത്തിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾ ആക്ഷേപം ഉന്നയിച്ചയാൾക്കെതിരെ തിരിയും എന്നറിയാവുന്നതുകൊണ്ട് അധികാരത്തിലേറിയ ഗവൺമെന്റ് അയാൾക്ക് ഈ ജോസഫ് മക്കാർത്തിക്ക് വളരെയധികം സ്വാതന്ത്ര്യം അനുവദിച്ചു. അതുപോലെ തന്നെ ഓപ്പൺഹൈമറും മക്കാർത്തിയുടെ ആക്ഷേപത്തിന് ഇരയായി. ഓപ്പൺഹൈമർക്ക് എതിരെയുണ്ടായ ആദ്യത്തെ പരാമർശം വരുന്നത് ഫോർച്യൂൺ മാസികയിലാണ്. അതിൽ അച്ചടിച്ചു വന്നിട്ടുള്ള ഒരു ബൈലൻ ആർട്ടിക്കിളിൽ US എയർഫോഴ്സിലെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ ആ ലേഖനത്തിൽ ഓപ്പൺഹൈമറുടെ ആ പ്രതിരോധ നയം വിമർശിക്കപ്പെടുകയും അതിന് തൊട്ടുപിറകെ ജോയിന്റ് കോൺഗ്രഷണൽ കമ്മിറ്റി ഓൺ അറ്റോമിക് എനർജിയിലെ ഒരു മുൻ ജീവനക്കാരൻ ഓപ്പൺഹൈമർക്കെതിരെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1953 പ്രസിഡന്റായിരുന്ന ഡ്വൈറ്റ് ഐസൻഹോവർ ഓപ്പൺഹൈമറുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടു. ഈ വിവരം സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കി എന്ന വിവരം അറിയിച്ചുകൊണ്ട് 1953 ഡിസംബറിൽ അറ്റോമിക് എനർജി കമ്മീഷനിൽ നിന്ന് ഓപ്പൺഹൈമർക്ക് ഒരു കത്ത് വന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹെയ്മർ എഴുതിയ ദീർഘമായ ലേഖനം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധപ്പെടുത്തി. അതുപോലെ 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു കോടതി ബെഞ്ചിനു മുമ്പിൽ ഹാജരായി തന്റെ പക്ഷം വിശദീകരിക്കാനും ഓപ്പൺഹൈമർ തയ്യാറായി. ഓപ്പൺഹൈമർ രാജ്യത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങളെ മുഴുവനും വിലയില്ലാതാക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായത്. ആ ഒരു നിലപാട് അമേരിക്കയിലെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയെ മുഴുവനായി അസ്വസ്ഥമാക്കി. അധികം വൈകാതെ തന്നെ അറ്റോമിക് എനർജി കമ്മീഷനും അമേരിക്കൻ ഭരണകൂടവും തങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ തയ്യാറായി. ശാസ്ത്രജ്ഞർക്കെതിരെ എപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് മക്കാർത്തിയെ അവസാനം സെനറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി അയാളുടെ സെനറ്റർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് തീരുമാനിച്ചതോടെ അയാളുടെ അപവാദങ്ങൾക്ക് കുറച്ചൊക്കെ സമാധാനമുണ്ടായി. 1961 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയാണ് ഓപ്പൺഹൈമർക്ക് നേരിട്ട ആ അപമാനങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാക്കിയത്. അദ്ദേഹം നോബൽ സമ്മാന ജേതാക്കളെ അനുമോദിക്കാൻ വേണ്ടി വിളിച്ച ആ സമ്മേളനത്തിൽ ഓപ്പൺഹൈമറെയും വിളിക്കുകയും അതുപോലെ $50,000 പ്രതിഫല തുകയുള്ള ഫെർമി പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയും ചെയ്തു. അതിനുശേഷം 2022 ഡിസംബറിൽ അമേരിക്കയിലെ ഊർജ വകുപ്പ് സെക്രട്ടറി ജെന്നിഫർ ഗ്രാൻഹോം 1954 ഓപ്പൺഹൈമറുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കാൻ കൈക്കൊണ്ട തീരുമാനത്തെയും റദ്ദാക്കി. ഹെയ്മറെ കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയത് കൈബേർഡ് എന്ന എഴുത്തുകാരനാണ്. കൈബേർഡും അദ്ദേഹത്തിന്റെ സുഹൃത്തായ മാർട്ടിൻ ഷെർവിനും 25 കൊല്ലത്തോളം
അന്വേഷണ ഗവേഷണങ്ങളും അതുപോലെ അഭിമുഖ പരമ്പരകളും ഒക്കെ നടത്തി രചിച്ച അമേരിക്കൻ പ്രൊമീത്യൂസ് ദ ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് പറയുന്നത്. 2005 ജീവചരിത്രത്തിനുള്ള പുലിസ്റ്റർ പുരസ്കാരം ഈ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്റ്റഫർ നോലാൻ ഓപ്പൺഹൈമർ എന്ന സിനിമ ഉണ്ടാക്കിയത്. ആ പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് ചാരൻ എന്ന ആരോപണത്തിൻ്റെ പേരിൽ സെക്യൂരിറ്റി ക്ലിയറിംഗ് എന്ന പ്രഹസനത്തിന് നിന്നുകൊടുത്ത ഓപ്പൺഹൈമറുടെ ആ തീരുമാനത്തെ ആത്മഹത്യാപരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഐൻസ്റ്റീൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഇദ്ദേഹത്തോട് ഔദ്യോഗിക പദവിയിൽ നിന്ന് രാജിവെച്ച് ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും കേട്ടില്ല. അന്നത്തെ ആ വിചാരണയുടെ ട്രാൻസ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുക, ആ പ്രോസിക്യൂഷന്റെ മുൻവെച്ചുള്ള ചോദ്യങ്ങളൊന്നും മനസ്സിലാവാതെ അവർക്ക് തന്നെ പിന്നെയും ചോദ്യത്തിനുള്ള ഒരു വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് ഓപ്പൺഹൈമർ ചെയ്യുന്നത് എന്നാണ്. അതുപോലെയുള്ള ഒരു ഉദാഹരണമാണ് അദ്ദേഹം വിചാരണയ്ക്കിടെ ഇടയ്ക്കിടയ്ക്ക് ഐ ആം ആൻ ഇഡിയറ്റ് എന്ന് പറയുന്നത്. ആ പരാമർശം പോലും അയാൾക്ക് എതിരെയാണ് വന്നിട്ടുള്ളത്. ഓപ്പൺഹൈമറുടെ ഈ കഷ്ടകാലത്തെക്കുറിച്ച് ഐൻസ്റ്റീൻ, ദ ട്രബിൾ വിത്ത് ഓപ്പൺഹൈമർ ഈസ് ദാറ്റ് ദ ലവ്സ് എ വുമൺ ഹു ഡസൻറ്റ് ലവ് ഹിം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്, അതായത് തന്നെ തിരിച്ച് സ്നേഹിക്കാത്ത ഒരു സ്ത്രീയെ, അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിനെ അദ്ദേഹം സ്നേഹിച്ചു. ആ ഒരു തെറ്റ് മാത്രമേ തൻ്റെ ജീവിതത്തിൽ ഓപ്പൺഹൈമർക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന് വന്നു ചേർന്ന ആ അവസ്ഥയെക്കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺഹൈമറുടെ ജീവിതകഥയാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.